السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും സംഗമിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകമാകെ മുസ്ലിമീങ്ങൾ ആഹ്ലാദിക്കുകയാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അത് നമുക്ക് അനുഗ്രഹമാണ്, ലോകത്തിനാകെ അനുഗ്രഹമാണ്. മറ്റൊരു തുല്യതയില്ലാത്ത ജന്മമാണ്. ആരെല്ലാം ഇവിടെ ജനിച്ചിട്ടുണ്ട്? പല ആളുകളും, കോടാനുകോടി ജനങ്ങൾ ഇവിടെ ജനിച്ചിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഒന്നും പെട്ട ജന്മമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം. വളരെ വ്യത്യസ്തമാണ്. ഒരു സാധാരണ കുട്ടിയായിട്ടല്ല ജനിക്കുന്നത്. അവരൊരു നബിയായിട്ട് തന്നെയാണ് ജനിച്ച് വരുന്നതും. എന്ന് മാത്രമല്ല, അതിൻ്റെ മുമ്പ് തന്നെ നബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, കുന്തു നബിയൻ വ ആദമു ബൈനൽ മായി വത്തീൻ. ഞാൻ നബിയായിരുന്നു, വ ആദമു ബൈനൽ മായി വത്തീൻ. ആദം നബി അലൈഹിസ്സലാം വെള്ളത്തിൻ്റെയും കളിമണ്ണിൻ്റെയും ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ ആദം നബി പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആ സമയത്ത് പോലും ഞാൻ നബിയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ മഹത്വവും അക്കാലത്തുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നൂറാണല്ലോ ആദ്യമായി അല്ലാഹു സൃഷ്ടിക്കുന്നത്. അന്ന് ആ സൃഷ്ടിക്കപ്പെട്ട നൂറ് എന്നാണോ ആ നൂറ് സൃഷ്ടിക്കപ്പെട്ടത്, അന്ന് മുതൽ പവിത്രതയുള്ള ബഹുമാനമുള്ള നൂറ് തന്നെയാണത്. അതിങ്ങനെ ഓരോരുത്തരിലൂടെ, പിതാക്കളിലൂടെ, മാതാക്കളിലൂടെ കടന്നു വന്ന് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയ അബ്ദുള്ള എന്നിവരുടെയും ആമിന ബീവിയുടെയും അവരിലൂടെയായി ഈ ഭൂലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. വലം യസൽ യൻഖുലുനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെങ്ങനെ നീക്കിക്കൊണ്ടേയിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ. മുതുകുകളിൽ നിന്ന്, പുരുഷന്മാരായ ആളുകളുടെ മുതുകളിൽ നിന്ന് ഇലൽ അർഹാമിസ് സക്കിയത്തിൽ ഫാഖിറ, വളരെ പരിശുദ്ധമായ ഗർഭാശയങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടേയിരുന്നു. ഹത്താ അഖറജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, അങ്ങനെ അല്ലാഹു തആല എന്നെ എൻ്റെ സ്വന്തം മാതാപിതാക്കളിലൂടെ പുറത്തു കൊണ്ടുവന്നു. ആ മാതാപിതാക്കൾ ആരാണ്? അബ്ദുള്ള എന്നവരും ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അവറുകളാണ്. അവരിലൂടെ പുറത്തേക്ക് അള്ളാഹു എന്നെ പുറപ്പെടുവിച്ചു. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്, അവരൊരിക്കലും വ്യഭിചാരവുമായി ബന്ധപ്പെട്ടിട്ടില്ല.
നിക്കാഹിലൂടെയാണ്. മാതാപിതാക്കൾ അവർ നിക്കാഹിലൂടെയാണ് ബന്ധപ്പെട്ടത്, വ്യഭിചാരത്തിലല്ല. എന്ന് മാത്രമല്ല, വേറൊരു ഹദീസിൽ കാണാം, അവിടുന്ന് ഞാൻ പുറപ്പെട്ടു വന്നിടത്തൊന്നും ആ വന്ന റൂട്ടുകളിൽ ഒന്നും എന്തില്ല, വ്യഭിചാരമില്ല, ഒക്കെ നിക്കാഹിലൂടെയാണ്. അതുപോലെ തന്നെ മോമിനീങ്ങളിലൂടെയാണ്. അപ്പോഴല്ലേ പരിശുദ്ധമായ മുതുകളാവുള്ളൂ. മുശ്രിക്കീങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ് കവർ ചെയ്തിട്ടില്ല. എല്ലാ സ്ഥലത്തും പരിശുദ്ധമാണ്, എല്ലാ റൂട്ടും പരിശുദ്ധമാണ്. അങ്ങനെയാണ് ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വരുന്നത്. എന്താണ് ഒക്കെ നമ്മൾ ഓതുന്ന മൗലിദ് കിതാബിലൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭം ധരിച്ച് ആമിന റളിയല്ലാഹു തആല ഗർഭം ധരിച്ചത് തന്നെ, ഗർഭമാണെന്ന് മനസ്സിലായത് തന്നെ എന്താണ്? മറ്റുള്ള പ്രയാസങ്ങൾ, സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും ആർക്കില്ല, ആമിന റളിയല്ലാഹു തആല അന്നാക്കില്ല. നമുക്ക് സാധാരണ സ്ത്രീകൾക്ക് ഗർഭമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഛർദിയും കാര്യവും വിഷമങ്ങളും ഒരുപാടുണ്ടാവുമല്ലോ. എന്നാൽ ആ വക പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെന്താ? ആർത്തവം നിലച്ചു എന്നതുകൊണ്ടാണ് ഗർഭമുണ്ടെന്ന് തന്നെ മനസ്സിലായത്. ആർത്തവം നിലച്ചു. അങ്ങനെ ആ ഗർഭം പൂർത്തിയാവുമ്പോൾ ഓരോ മാസം ആകുമ്പോഴും ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ട് സന്തോഷത്തെ അറിയിക്കുകയാണ് സ്വപ്നത്തിലൂടെ. ആമിന റളിയല്ലാഹു തആല നിങ്ങൾ പ്രസവിക്കാൻ പോകുന്നത് അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, എങ്ങനെ വരുന്ന ആളാണ്, ആഖിർ സമാനിലെ നബിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ നബിമാരെ മുൻകഴിഞ്ഞ നബിമാരൊക്കെ വന്നിട്ട് ആമിന റളിയല്ലാഹു തആല അൻഹയ്ക്ക് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയുണ്ട് നമ്മൾ ഓതുന്ന മൗലിദ് കിതാബിൽ. എല്ലാം വിവരിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ പഠിക്കണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. എത്രയാണ് അവിടുത്തെ മഹത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു ജന്മം നൽകാൻ വേണ്ടി അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കൊണ്ട് നരകത്തിലിടാൻ പറ്റുമോ നമുക്ക്? അതുപോലും പറയുന്ന ആളുകളില്ല ഇവിടെ. അവരെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത്രയും പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയ സ്വന്തം മാതാപിതാക്കൾ അവർ എങ്ങനെ നരകത്ത് പോകും? റസൂലുള്ള വന്നിട്ടില്ല, അവിടുത്തെ നുബുവത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതിന് ശേഷം ധിക്കരിച്ചാലല്ലേ കാഫിറാകുക എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അവർ പഴയ അവർക്ക് ലഭ്യമായ ആ വിവരാടിസ്ഥാനത്തിൽ അവർ സത്യതയിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കില്ലേ. പിന്നെ അവരെ സംബന്ധിച്ച് നമ്മളെങ്ങനെ പിന്നെ കാഫിറുകളാണ്, നരകത്തിലാണെന്നൊക്കെ പറയാൻ പറ്റും? ഒരിക്കലുമല്ല. ആമിന റളിയല്ലാഹു തആല അൻഹ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഇങ്ങനത്തെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ജന്മം നൽകിയ ഒരു മാതാവിന് എത്ര വലിയ പവറുണ്ട്. അവർക്ക് ജന്മം നൽകിയ അതുപോലെ തന്നെ പിതാവ് അബ്ദുള്ള എന്നവർക്ക്, അവർ പേര് തന്നെ അബ്ദുള്ള എന്നല്ലേ. ഇസ്ലാമിൻ്റെ പേര് തന്നെയാണല്ലോ. ആമിന എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തയായ ആളെന്നല്ലേ. അത്തരം വാദങ്ങളൊന്നും നമ്മൾ വാദിക്കാൻ പാടില്ല. വാദിക്കുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടാനും പാടില്ല. അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി, മാതാപിതാക്കളെ പറ്റിയൊക്കെ മോശമായി പറയുന്നവരെ നമ്മൾ ഒരിക്കലും അവരോട് നമുക്കൊരു മമതയില്ല, ഒരു സ്നേഹവും അവരോട് പാടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതങ്ങനത്തെ ഒരു ജനനമാണ്. ഇന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് സാധാരണ സ്ത്രീകൾ പ്രസവിക്കാറുള്ളത് മുന്തുവാരത്തിൽ കൂടെയല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ, മുന്തുവാരത്തിൽ കൂടെയാണ്. മുന്തുവാരം എന്ന് പറഞ്ഞാൽ
മൂത്രം പാസ് ചെയ്യുന്ന സ്ഥലമല്ലേ, മലിനമായ സ്ഥലമല്ലേ. ഓക്കെ, അതിലൂടെയാണ് നമ്മളൊക്കെ ജനിച്ചു വന്നിട്ടുള്ളത്, നമ്മൾ ഈ ഭൂലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിലൂടെ പോലും ആ റൂട്ടിലൂടെ സഞ്ചരിപ്പിക്കരുത് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രത്യേക ദ്വാരം, അവിടുന്ന് പ്രസവിക്കാൻ, അവിടുന്ന് ഭൂലോകത്തേക്ക് വരാൻ വേണ്ടി ഒരു പ്രത്യേക ദ്വാരം തുറക്കപ്പെടുകയാണ് ഉണ്ടായത്. പൊക്കളിൻ്റെയും മുന്തുവാരത്തിൻ്റെയും ഇടയിലായിട്ട് ആമിന റളിയല്ലാഹു തആല അൻഹാക്ക് ഒരു സർജറി നടത്തി. സർജറി നടത്തിയത് സർജറി ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ ആ കാലത്ത്? അത് മലക്കുകൾ നടത്തിയതാണ്. എന്താണ് സുഖപ്രസവം നടക്കായിട്ടല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്ഥലത്ത് കൂടി, ആ റൂട്ടിൽ കൂടി ഇങ്ങോട്ട് ചെയ്യണ്ട, സഞ്ചരിപ്പിക്കണ്ട എന്ന നിലക്ക് അത്രയ്ക്കും പരിശുദ്ധാക്കിയിട്ട്, അത്രയ്ക്കും ബഹുമാന ആദരവും കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുറത്തു വരാനുള്ള ഒരു ഹോളുണ്ടാക്കി കൊടുത്തു മലക്കുകൾ. അതിലൂടെ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തേക്ക് വന്നു. അവിടെയൊക്കെ ആ തത്സമയം തന്നെ അതൊക്കെ ആ ദ്വാരവും കാര്യങ്ങളൊക്കെ അടയും. അത് മലക്കുകളാണ് സർജറിക്കാർ. അങ്ങനെ ഏത് നിലക്കാണ് അവർ പ്രസവിച്ചത്? വലദത്തുഹു മക്ഹൂലൻ വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്നദൂ. മങ്കൂസ് മൗലൂദിൽ നമ്മൾ ചെല്ലുന്ന വരിയാണത്. എന്തിനായി പറയുന്നത്? ആമിന റളിയല്ലാഹു തആല അൻഹാ നബിയെ പ്രസവിച്ചു, മഖ്തൂനൻ ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലക്ക്, മക്ഹൂലൻ സുർമ എഴുതപ്പെട്ട നിലക്കും, സുന്ദരമായിട്ട് സുർമ കെട്ടിട്ടാണ് വരണത്. എവിടുന്നേ? വയറ്റിൻ്റെ അകത്തുനിന്നേ. ചേലാകർമ്മം അവിടുന്ന് തന്നെ എഴുതിക്കണം. ഇത് സഹീഹായ മുസ്നദായ ഹദീസിൽ വന്നതാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത് മങ്കൂസ് മൗലൂദിലൂടെ. അപ്പം ഇത് സാധാരണ കുട്ടിയത്? ഇതൊരു സാധാരണ കുട്ടിയും സാധാരണ പ്രസവവും സാധാരണ ജന്മമാണോ? പിന്നെ എങ്ങനെയാണ് ഈ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക? ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലാക്കി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, എൻ്റെ ഹബീബിൻ്റെ മഹത്വം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഹബീബിനെ മോശമായി ചിത്രീകരിക്കുന്നവരും ഹബീബിൻ്റെ മാതാപിതാക്കളെ പറ്റി കുറ്റം പറയുന്നവരും അവരെ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അവരെ ഷർറുകളെ തൊട്ട് ഈ സമുദായത്തെ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എൻ്റെ ഹബീബിനുള്ള ഹുബ്ബ് ഞങ്ങളെ കൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്കൊരുപാട് ഹലാലായ മുറാദുകൾ നേടിയെടുക്കാനുണ്ട് റബ്ബേ. നീ അതൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിൻ്റെ ഹക്ക് ബറക്കത്തുകൊണ്ട് പ്രയാസങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾ മരിച്ചു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ എല്ലാവർക്കും റബ്ബേ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് എൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ. മക്കൾക്കും മക്കൾക്കും അതുപോലെ പലർക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ അസുഖങ്ങളാണ് റബ്ബേ. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ അവരെയും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഉംറക്ക് പോകുന്നവരുണ്ട് റബ്ബേ, അവരുടെ ഉംറ നീ സ്വീകരിക്കണേ അല്ലാഹ്. സിയാറത്തുകളും മറ്റും സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ യാത്രയിൽ ഒരു പ്രയാസവും വരുത്തല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് റബ്ബേ, അവർക്കൊക്കെ അതിനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണേ അല്ലാഹ്. മാർഗങ്ങൾ എളുപ്പമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഫലസ്തീൻ ജനതയുടെ അവസ്ഥ എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തികളാണ് റബ്ബേ. അവരെ സലാമത്താക്കണേ അല്ലാഹ്. അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്.
എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിലും പൊറുക്കണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.